ഒരുപറ്റം വലതുപക്ഷ മാധ്യമങ്ങൾ എല്ലാ വിശുദ്ധ നീക്കങ്ങളും ഉണ്ടായി. ഇവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF-ഉം BJP-യും ഒരേ മനസ്സോടെ നീങ്ങുന്നത് നാം കണ്ടു. ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്നത് നാം കണ്ടു. രണ്ടു കൂട്ടർക്കും ഒരു ലക്ഷ്യം മാത്രമാണ്, LDF-നെ പരാജയപ്പെടുത്തുക. അതിനായി എന്തോ അതത്ര ഹീനമായ മാർഗമായാലും ജനാധിപത്യ പ്രക്രിയയ്ക്ക് ചേരാത്ത കാര്യങ്ങളായാലും സ്വീകരിക്കാൻ തയ്യാറായി. ഞെരുക്കുന്ന അവസ്ഥയുണ്ടായപ്പോൾ നമ്മളതിനെതിരെ നിവേദനങ്ങൾ കൊടുത്തു, പ്രക്ഷോഭം നടത്തി. രാജ്യത്തെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം പങ്കെടുത്തുകൊണ്ടുള്ള പ്രക്ഷോഭം ഡൽഹിയിൽ നടത്തി. അവസാനം കേന്ദ്രത്തെ സമീപിച്ചു, സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി നമ്മൾ ഉയർത്തുന്ന വാദത്തിൽ കഴമ്പുണ്ടെന്ന് കണ്ട് ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. ഇതല്ലേ നാം നേരിടുന്ന അവസ്ഥ? ഇത്തരം കാര്യങ്ങൾ വരുമ്പോ ഇതല്ലേ നാടിന്റെ അനുഭവം? എല്ലാ രംഗങ്ങളും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുതകളാണല്ലോ ഇതൊക്കെ. നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട് വരുന്ന മാറ്റങ്ങൾ, എല്ലാ മേഖലയിലും വലിയ തോതിലുള്ള മാറ്റങ്ങൾ എങ്ങനെയാണ് നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്? കുറെ പദ്ധതികൾ നമുക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? നമ്മുടെ നാടിന്റെ വിഭവശേഷി കുറവാണല്ലോ. 2016 സർക്കാർ അധികാരത്തിൽ വന്നപ്പോ ആദ്യം ചിന്തിച്ച ഒരു കാര്യം, എങ്ങനെ വരുമാനം ഉണ്ടാക്കാനാകും? പുതിയൊരു വരുമാന സ്രോതസ് വേണം, പണം ചെലവിടാനുള്ള സ്രോതസ് വേണം. അതാണ് സർക്കാരിന്റെ പിന്തുണയോടുകൂടി കിഫ്ബി നിയമം പുനരാവിഷ്കരിച്ചത്. അതിന്റെ ഭാഗമായി കിഫ്ബിയെ പുനർജീവിപ്പിച്ചു. സർക്കാരിന്റെ കൃത്യമായ പിന്തുണയോടെയാണ്. അതിന്റെ ഭാഗമായി അന്ന് 2016 ഗവൺമെന്റ് പറഞ്ഞു, ഞങ്ങൾ ഈ 5 വർഷം കൊണ്ട് 50,000 കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസനമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അന്നതിനെ പരിഹസിച്ചവരുണ്ട്, പുച്ഛിച്ചവരുണ്ട്, തള്ളിപ്പറഞ്ഞവരുണ്ട്. ഗവൺമെന്റ് പ്രത്യേകമായി തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കണ്ടുകൊണ്ട് പിന്തുണ നൽകുന്ന നടപടികൾ സ്വീകരിച്ചു. ഇപ്പോഴെന്തായി? രാജ്യത്തെ ആദ്യത്തെ 12, ആദ്യത്തെ 1 ഡസൻ ആ യൂണിവേഴ്സിറ്റികൾ എടുത്താൽ അതിൽ 3 എണ്ണം നമ്മുടേതാണ്, കേരളത്തിൻ്റെതാണ്. ആ റാങ്കിങ്ങിൽ 9ാം റാങ്കിൽ കേരള, 10ാം റാങ്കിൽ കൊച്ചി, 11ാം റാങ്ക് MG, 43ാം റാങ്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. മാറ്റം. ആദ്യത്തെ 100 കോളേജ് 16 എണ്ണം നമ്മുടെ കേരളത്തിൽ നിന്നുള്ളതാണ്. വലിയ മാറ്റം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വരുന്നു. ആ മാറ്റം 2016 അന്ന് അധികാരത്തിലുള്ള ഗവൺമെന്റ് തന്നെയാണ് തുറന്നെങ്കിൽ വരുമായിരുന്നോ? ഇതാണ് ജനങ്ങൾ വിലയിരുത്തിയ കാര്യം. നമ്മുടെ വികസന മേഖലയിൽ മാത്രമല്ല, സാമൂഹ്യക്ഷേമ രംഗത്ത് വലിയ തോതിലുള്ള ഇടപെടലാണ് കേരളത്തിലുണ്ടായത്.
ഇവിടെ നമ്മുടെ ജനങ്ങളിൽ ഒരു ഭാഗം വീട് സ്വപ്നം കണ്ട് കഴിയുന്നവരാണല്ലോ. അവർക്ക് വീട് നിർമ്മിക്കാൻ പറ്റുന്നില്ല. ആ സ്വപ്നത്തോടെ മണ്ണടിച്ചു പോകുന്നു. അത്തരം ആളുകൾക്ക് വീട് വെച്ച് നൽകാനുള്ള ഒരു പദ്ധതിയാണ് ലൈഫ് മിഷൻ എന്ന പേരിൽ രൂപീകരിച്ചത്. അതിന് അന്ന് 5 ലക്ഷം കുടുംബങ്ങൾക്ക് വീട് നൽകണമെന്ന് കേട്ടുന്നു. ഇപ്പോ 4.5 ലക്ഷത്തിലധികം വീടുകൾ പൂർത്തിയായി അവിടെ അവർ താമസിക്കുകയാണ്. ബാക്കിയുള്ളവ തീരുവയില്ലാതെയുള്ള സ്വാഭാവിക റബ്ബർ ഇറക്കുമതി അവസാനിപ്പിക്കുന്ന നടപടികൾ സ്വീകരിക്കണമെന്നും എല്ലാ തരത്തിലുമുള്ള ഉണക്ക രൂപത്തിലുള്ള റബ്ബറിന്റെ ഇറക്കുമതി തീരുവ 70% ഉയർത്തണമെന്നും റബ്ബറിനെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നടപടി മാത്രമില്ല. ഇതാണ് കേരളത്തിലെ റബ്ബർ കർഷകരോട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനം. ഇത്തരത്തിലുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ നാം നേരിടുകയാണ്. ഇതിനടക്കം നമ്മുടെ നാട് കൂടുതൽ പുരോഗതിയിലേക്ക് നീങ്ങുന്നത് നമ്മുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞതുകൊണ്ടാണ്. അത് നമ്മുടെ നാടിന്റെ ഒരുമയും ഐക്യവും ജനങ്ങളാകെ നൽകുന്ന പിന്തുണയും ഇതിന്റെ എല്ലാം ഭാഗമായാണ്. നവകേരളമാണ് നാം ലക്ഷ്യമിടുന്നത്. നവകേരളം എന്നത് ഒരു സങ്കല്പമായിട്ടല്ല നാം കാണുന്നത്. ഈ വർത്തമാനകാലത്ത് യാഥാർത്ഥ്യമാക്കേണ്ടി ഒന്നാണ്. ആ നവകേരളം യാഥാർത്ഥ്യമാക്കാൻ നിങ്ങളെല്ലാവരുടെയും സഹകരണവും പിന്തുണയും തുറന്നും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളെ കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യം. ഈ കാര്യത്തിൽ മാത്രമല്ല, നടക്കില്ല എന്ന് കരുതിയ പദ്ധതികൾ പലതും നമുക്കിവിടെ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു. നമ്മുടെ സംസ്ഥാനം ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പാലം, മേൽപ്പാലം, വിവിധ കെട്ടിടങ്ങൾ, മറ്റ് സൗകര്യങ്ങൾ, വിവിധ പദ്ധതികൾ, ആശുപത്രികൾ, സ്കൂളുകൾ, എന്തെല്ലാം പദ്ധതികൾ നമ്മുടെ നാട്ടിൽ. ഇതെല്ലാം സാധിക്കുമായിരുന്നോ? ഇത്രത്തോളം പദ്ധതികൾ ഏറ്റെടുക്കാൻ കഴിയുമായിരുന്നോ? LDF ആയിരുന്നില്ലെങ്കിൽ സാധിക്കുമോ? നാം ഉറക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണിതൊക്കെ. എന്നാൽ നമ്മുടെ കേരളം കാണിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. ഈ കാര്യങ്ങള് ആരെയും അറിയിക്കാതിരിക്കണമെന്ന് നിർബന്ധമുള്ളൊരു കൂട്ടിലൂടെയുണ്ട്. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടുള്ള തീർത്തും നിഷേധ പ്രചരണം, അതിൽ താല്പര്യം UDF-നുണ്ട്, BJP-ക്കുമുണ്ട്. BJP ചെയ്യുന്നത് എന്താ? നമ്മുടെ സംസ്ഥാനത്തിനെ സാമ്പത്തികമായി ഞെരുക്കാൻ നോക്കുന്നു. കിഫ്ബി വായ്പയെടുക്കുമ്പോൾ ആ വായ്പയുടെ സംഖ്യ നിങ്ങളുടെ സംസ്ഥാന കടത്തിന്റെ പരിധിയിൽ കുറവ് വരുത്തും എന്ന് നേരത്തെ പറഞ്ഞിരിക്കുന്നു. കിഫ്ബിക്ക് മാത്രമല്ല, ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടി നാം രൂപീകരിച്ച കമ്പനി എടുക്കുന്ന വായ്പക്കും അത് ബാധകമാക്കി. ഇതെങ്ങനെയാണ് ബാധിക്കുന്നത് നോക്കണം. ഇപ്പോ 6000 കോടിയോളം രൂപ നാഷണൽ ഹൈവേക്ക് കൊടുത്ത കണക്ട് പറഞ്ഞല്ലോ. ആ ഭാഗം നമ്മുടെ കയ്യിൽ നിന്ന് പോയി, 6000 പോയി. വേറൊരു ഭാഗം നോക്കണം. നമുക്ക് കടമെടുക്കാം. ആ കടമെടുക്കുന്നതിൽ നിന്ന് ഈ 6000 കോടി കുറവ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ കയ്യിലെത്തേണ്ട 6000 കോടി
തടയുന്നു. ആര്? കേന്ദ്ര ഗവൺമെന്റ്. എന്തിന്? കേന്ദ്ര ഗവൺമെന്റ് പിടിവാശിയോടെ നമ്മളിൽ നിന്ന് പിടിച്ചു പറിച്ച 6000 കോടിക്ക് അത് നമ്മുടെ കടത്തിന്റെ പരിധിയിലും കുറവ് വരുത്തുന്നു. ചുരുക്കത്തിൽ 12,000 കോടി രൂപയുടെ ബാധ്യത സംസ്ഥാനം എന്ന നിലക്ക് നമുക്ക് വരുന്നു. ഇതൊക്കെ ഒരു നീതിയാണോ? എന്തെങ്കിലും പ്രവൃത്തി കേരളത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ? ഈ രാജ്യത്തിന്റെ അഭിമാനം വർദ്ധിപ്പിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ സംഭാവന ചെയ്യാൻ കഴിഞ്ഞൊരു സംസ്ഥാനമല്ലേ കേരളം. അതിനെയാണ് ഇടിച്ചു താർക്കാനുള്ള ശ്രമം നടക്കുന്നത്. ഇവിടെ കേരളത്തിൽ അങ്ങേയറ്റം നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുന്നതിന്റെ വിവിധ വശങ്ങളാണ് യോഗത്തിൽ സംസാരിച്ച ശ്രീ ജോസ് കെ മാണി എംപിയും സൂചിപ്പിച്ചത്. പ്രതിസന്ധികളുടെ മുമ്പിൽ തളരാതെയും പതറാതെയും കേരളത്തിന്റെ ജനതയെ മുന്നോട്ടേക്ക് നയിക്കുക, കേരളത്തിന്റെ പുരോഗതി ഉറപ്പുവരുത്തുക എന്ന കാര്യത്തിൽ ഇച്ഛാശക്തിയോടെ നിലപാടെടുക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. സാധാരണ മനുഷ്യന്റെ മുഖവും മനസ്സും പ്രതിഷ്ഠിക്കുകയും പ്രതിഫലിപ്പിക്കുകയും ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് കാലങ്ങൾക്കപ്പുറം കേരളത്തിന്റെ മണ്ണിൽ ഇടതുപക്ഷം സ്വീകരിച്ച നിലപാടാണ്. ആ നിലപാട് നിലയിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ മേഖലയെക്കുറിച്ചും മുഖ്യമന്ത്രി സൂചിപ്പിച്ചതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. കേരളം കൈവരിച്ച നേട്ടങ്ങൾ കഴിഞ്ഞ കാലങ്ങളെല്ലാം കൈവരിച്ച നേട്ടങ്ങളുമായി തുലനം ചെയ്ത് നോക്കുമ്പോൾ സമാനതകൾ ഏറെയില്ലാത്ത ഒരു വികസന മുന്നേറ്റത്തെ നമുക്ക് കാണാൻ കഴിയും. സമസ്ത മേഖലയിലേക്കും വികസനം എത്തിക്കാൻ കഴിഞ്ഞ അനേക വർഷങ്ങൾക്കപ്പുറത്ത് നമുക്ക് നേടാൻ കഴിയുന്ന കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നേടിയെടുക്കാൻ കഴിയുന്ന തരത്തിൽ ഇടപെടലുകൾ തീർത്ത ഒരു ഭരണകൂടമാണ് കേരളത്തിലിരിക്കുന്നത്. ഇതിനെ ഏത് വിധേനയും തകർക്കാൻ